കൃഷ്ണ, നമ്മുടെ ഡൽഹിയിൽ കണ്ട ജെൻസി സമരം അല്ലെങ്കിൽ സി ജെ പിയുടെ പ്രൊട്ടസ്റ്റ് നമ്മൾ കണ്ടു. അവർ ആ ഒരു സമരം 22ഓളം ദിവസങ്ങളായി സമരം ചെയ്ത് അവരുടെ ആവശ്യം സാധിച്ചു തീർത്തത് നമ്മൾ കണ്ടു. ഇപ്പോൾ അതുപോലൊരു സമരത്തിന് ഒരുങ്ങുകയാണ് PSC ഉദ്യോഗാർത്ഥികൾ. ദിവസങ്ങളായി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെയിലും മഴയും ഏറ്റ് അല്ലെങ്കിൽ പലവിധ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ഉദ്യോഗാർത്ഥികൾ CJP മാതൃകയിൽ ഒരു സമരത്തിന് ഒരുങ്ങുകയാണ്. എങ്ങനെയായിരിക്കും ആ ഒരു CJP സമരം നമ്മുടെ കേരളത്തെ മുഴുവനായി ബാധിക്കാൻ പോവുക? ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ CJP സമരം നടക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ടവരൊക്കെ തന്നെയും ഇതിനെ പ്രതികരിക്കുന്ന ഘട്ടത്തിൽ പലരും ചോദിച്ചൊരു ചോദ്യമാണ് PSC ക്രമക്കേടിൽ നിങ്ങൾക്ക് ശബ്ദമില്ലേ എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ടൊവിനോ തോമസ് ഈ CJP പ്രതിഷേധത്തെ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ യുവമോർച്ച ചോദിക്കുന്നൊരു നിലയുണ്ടായി. PSC സമരത്തിൽ നിങ്ങൾക്ക് സംസാരമില്ലേ, വാ മൂടിക്കെട്ടിയൊക്കെ ടൊവിനോയുടെ വീടിൻ്റെ മുൻപിൽ പ്രതിഷേധവുമായി അവർ മുന്നിലുണ്ടായിരുന്നു. ഇത്തരം സമയത്ത് PSC എന്ന് പറയുന്ന ഇത്രയും നാൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയ വലിയ കാര്യമാത്ര അഡ്രസ്സിംഗ് ഒന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. PSC ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെയും വലിയ സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മണ്ണ് വാരി അവർ പ്രതിഷേധിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒരു സമരത്തെ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് എല്ലാ ജെൻസികളും മുന്നോട്ട് വരികയാണെങ്കിൽ അത് കേരളം തന്നെ ഏറ്റവും വലിയ ചർച്ച ചെയ്യുന്ന അടുത്തൊരു മുന്നേറ്റമായി മാറാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. പൊതുവെ ജെൻസികൾ ഈ വിഷയങ്ങളെ ഏറ്റെടുക്കുന്ന സ്ഥിതിയുണ്ടല്ലോ. ഇപ്പോൾ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ജെൻ ആൽഫയും കൂടെ പ്രതിഷേധവുമായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയമെന്നിരിക്കെ PSC സമരവുമായി ബന്ധപ്പെട്ട PSCയുടെ ക്രമക്കേടിൽ ഒരു ജെൻസി കൂട്ടായ്മ ഒരുമിക്കുന്നത്. ഞാനിതിനെ നോക്കിക്കാണുന്നത് പ്രതിപക്ഷം ഇതിനെ എങ്ങനെയായിരിക്കും അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ CJP സമരം നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ എല്ലാവരും ഒട്ടുമിക്ക നേതാക്കളൊക്കെ തന്നെയും ആ സമരത്തെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ഇവിടെ എങ്ങനെയായിരിക്കും പ്രതിപക്ഷം ഉൾപ്പെടെ ഈ വിഷയത്തെ നോക്കിക്കാണുക എന്നത്, അതാണ് ഞാൻ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മുടെ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 22ഓളം ഉദ്യോഗാർത്ഥികളുടെ ഭാവിയാണ് വെള്ളത്തിലായത്. അതുപോലെ തന്നെ 20-ലധികം വിദ്യാർത്ഥികൾ ആ ഒരു മാനസിക പ്രയാസം മൂലം ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലേക്ക് എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 21 വയസ്സ് മുതൽ ഈ PSC പരീക്ഷയെ ഏറ്റവും സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരുപാട് പേർ നമ്മുടെ കേരളത്തിലുണ്ട്. അത് പ്രധാനമായിട്ടും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ വിദ്യാർത്ഥികൾ, അതായത് +2 കഴിഞ്ഞാൽ ഉടനെ PSC കോച്ചിങ്ങിലേക്ക് കൊണ്ട് ചേർക്കുകയാണ്. അവർക്ക് അവിടെ ഡിഗ്രി എന്നുള്ളതിന് വലിയ കാര്യമില്ല. ഈ വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെയുള്ള ഒരു രീതിയല്ല ഇപ്പോൾ തെക്കന്മാരെന്ന് പറയുമ്പോൾ. അവര് ഇപ്പോൾ +2 അല്ലെങ്കിൽ +2വിനൊപ്പം കുറച്ചു കാലം PSC പഠനവും, അല്ലെങ്കിൽ +2വിന് ശേഷം സീരിയസ് ആയിട്ട് ഫുൾ ടൈം PSC പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ നമ്മുടെ കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ അത്രയേറെ സീരിയസ് ആയിട്ട് കാണുന്ന നമ്മുടെ കേരളത്തിൽ PSCയിൽ ഇതുപോലൊരു അലംഭാവം സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് പുതിയ തലമുറയാണ്. ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ PSCയും കൂടി ഇതുപോലെ റാങ്ക് പട്ടിക റദ്ദാക്കുന്നതോ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യപേപ്പർ ക്രമക്കേടും കൂടാതെ ഒഴിവുകളിലേക്ക് ബാക്കിയുള്ള നിയമനങ്ങൾ നടത്താതെയും പിടിച്ചു വെച്ചിരിക്കുന്ന PSCയുടെ ഇതുപോലുള്ള അലംഭാവങ്ങൾക്കെതിരെ ശബ്ദമുയർത്താതെ മറ്റെന്ത് കാര്യത്തിനാണ് ശബ്ദമുയർത്തേണ്ടത് എന്നാണ് ജെൻസിയുടെ ഈ ഒരു ചോദ്യം. ഇപ്പോൾ ഞാനടങ്ങുന്ന മില്ലനി അല്ലെങ്കിൽ 90കളിലുള്ള ആ ഒരു യുവാക്കളെല്ലാം കിട്ടിയ ജോലി എടുത്ത് രാവിലെ 9 മുതൽ അല്ലെങ്കിൽ വൈകുന്നേരം 5 വരെ അങ്ങനെ ജോലി ചെയ്ത് ഒരു യൂണിഫോം രീതിയിൽ അങ്ങ് പോകുന്ന ഒരു ആൾക്കാരാണ്. പക്ഷെ അത് കഴിഞ്ഞുള്ള ജെൻസി ആവട്ടെ അല്ലെങ്കിൽ ജെൻ ആൽഫ എന്നുള്ള ഇതാവട്ടെ, അവർക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യത്തെ ഉറച്ച രീതിയിൽ ചോദ്യം ചെയ്യും. അത് ഈ നമ്മുടെ സാധാരണ സമരം പോലെയല്ല. ആ ഒരു സമരത്തിനെ ഏതൊക്കെ രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കാമോ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാമോ എന്ന രീതി, ഇതെല്ലാം നമ്മുടെ CJP പ്രൊട്ടസ്റ്റ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി ഇതുപോലൊരു സമരം തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ ഒരു രാഷ്ട്രീയമോ ജാതിയോ മതമോ ഇതുപോലത്തെ ഒരു മാനദണ്ഡമോ നോക്കാതെ അവർക്ക് പിന്നിൽ ഒരുപാട് പേര് അണിനിരക്കുന്നത് കാണാം. കാരണം
ഇപ്പോൾ തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ PSCയുടെ പേരിലുള്ള സമരം തുടങ്ങിയിട്ട്, പക്ഷെ അതിനെ ഒന്ന് സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് ഒത്തുതീർപ്പാക്കാനോ അതിനു വേണ്ടി ഒരു പോസിറ്റീവായിട്ടുള്ള നടപടി എടുക്കാനോ ഈ മന്ത്രിമാരിൽ നിന്നോ അല്ലെങ്കിൽ ഈ PSCയുടെ ഒരു ചെയർമാൻമാരിൽ നിന്നോ അല്ലെങ്കിൽ ഒരാളിൽ നിന്നോ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം ഉണ്ടാവുന്നില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ജെൻസിയോ അല്ലെങ്കിൽ ജെൻ ആൽഫയോ പോലുള്ള തലമുറയെ ഈ ഒരു പ്രകോപിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്ന അതാണ്. അതുപോലെ ഈ PSC ഉൾപ്പെടെ ഇത്തരത്തിൽ വലിയ സ്വീകാര്യത വേണ്ട ഒരു സംവിധാനമാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊരു പരക്കെ ഒരു സംസാരമുണ്ട്, PSC വഴി സർക്കാർ ഉദ്യോഗം കിട്ടിയാൽ ലൈഫ് അടിപൊളിയാവും, സെറ്റാകും എന്നൊക്കെ. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ PSC ചോദ്യപേപ്പറിൽ ക്രമക്കേട്, അതുപോലെ ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ഉൾപ്പെടെ റദ്ദാക്കുന്ന സമയമൊക്കെ ഉണ്ടാവുമ്പോൾ ഈ PSCയിലെ വിശ്വാസ്യതയല്ലേ ഇത് നഷ്ടപ്പെടുത്തുന്നത്? വിശ്വാസ്യത തന്നെ തകർക്കുന്ന രീതിയിലേക്ക് ഇനി PSC നോക്കിയിട്ട് കാര്യമില്ല, അവിടെ ആകെ പോക്കാണ് എന്ന തരത്തിലേക്ക് ഒരു പൊതുബോധം വരാനുള്ള സാധ്യതയുമില്ലേ? അതെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു CPO റാങ്ക് ലിസ്റ്റിൽ ഈ ഒരു PSC അട്ടിമറിയിലൂടെ 1-2 DYFI നേതാക്കന്മാർക്ക് ഈ നിയമനം കിട്ടിയത് ഓർക്കുന്നുണ്ടല്ലോ. അന്ന് തുടങ്ങിയതാണ് PSCയിലുള്ള ഒരു സംശയം, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇതുപോലൊരു സംശയമാണ്. അതായത് ഇതുപോലൊരു പാർട്ടിക്കാർക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ടാണോ PSC പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരുപാട് പൊതുജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുതാ ഇപ്പോൾ 2026 വന്ന് നിൽക്കുമ്പോഴും PSCയെ ഇനി എന്തിന് PSCയെ വിശ്വസിക്കണം എന്ന രീതിയിലാണ്. പക്ഷേ ആ PSCയെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ PSCയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരുപാട് യുവാക്കളും അല്ലെങ്കിൽ ഒരുപാട് പേരും നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെയുണ്ട്. അവർക്കൊരു ചെറിയ പ്രതീക്ഷ വരണമെങ്കിൽ ഈ ഒരു പുഴുക്കത്തുകളെയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ അഴിമതിക്കാരെ എല്ലാം തുടച്ചു നീക്കണം. ആ ഒരു തുടച്ചു നീക്കുന്നതിന് വേണ്ടി ഇതുപോലൊരു ജെൻസി വിപ്ലവം ആവശ്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഗവൺമെന്റ് ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? നേരത്തെ പറഞ്ഞു ഇത്രയും നാളുള്ള സമരത്തെ ഒന്നും മുഖവിലക്കെടുത്തില്ല എന്ന്. ഇപ്പോൾ ഏജൻസി വലിയ രീതിയിലൊരു പ്രക്ഷോഭം നടത്തുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം അതായിരിക്കും. വലിയ രീതിയിലുള്ള ജെൻസികൾ ഒരുപാട് പേർ അവിടേക്ക് തടിച്ചുകൂടാനുള്ള സാധ്യതയുണ്ട്. വലിയ തിരക്ക് അവിടെ ഉറപ്പായിട്ടും കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ കണ്ട ഇപ്പോൾ ഡൽഹിയിലെ സമരം ഉൾപ്പെടെ ഒരു ചെറിയൊരു നവമാധ്യമ കൂട്ടായ്മയിൽ നിന്ന് തുടങ്ങി പിന്നീട് വലിയ രീതിയിലേക്ക് വളർന്നതാണ്. അപ്പോൾ ഇതിലിനി ആരുടെയെങ്കിലും രാജി നമ്മൾ കാണേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും താഴെ ഇറക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ഒരു സംശയമായിട്ട് നിലനിൽക്കുന്നില്ലേ? അങ്ങനെ ഒരു ജെൻസി വിപ്ലവം നമ്മുടെ കേരളത്തിൽ വന്നാൽ ഈ ഒരു കേരള സർക്കാരിന് നേതൃത്വം അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു സ്ട്രഗിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ജന്തർ മന്ദറിലെ ഒരു ജൂണിലൂടെയാണ് ഇതുപോലൊരു സമരം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴൊന്നും കാര്യമായിട്ടുള്ള ഒരു പബ്ലിസിറ്റിയോ ഒന്നും കണ്ടിരുന്നില്ല. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെയും അല്ലെങ്കിൽ LPSTയുടെയും ആ ഒരു സമരം നടക്കുന്നത്. പക്ഷെ അതിനൊന്നും വേണ്ട പബ്ലിസിറ്റി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിലേക്ക് കുറച്ച് ജെൻസി പിള്ളേർ ആ ഒരു കളത്തിൽ ഇറങ്ങിയതോടെ നമ്മൾ നോക്കുന്ന സോഷ്യൽ മീഡിയാസിൽ എല്ലാത്തിലും വരുന്നത് ഈ ഇവരുടെ സമരവും അതുമായിട്ട് ബന്ധപ്പെട്ട പോലീസുകാരുടെ അടിച്ചമർത്തലും അല്ലെങ്കിൽ അവരുടെ റീൽ മേക്കിങ്ങും മാക്സിമം പബ്ലിസിറ്റിയാണ് നമ്മളിലേക്ക് എത്തുന്നത്. അങ്ങനെ ജന്തർ മന്ദർ എന്നത് രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു ശ്രദ്ധാ കോണായി മാറി. അതുപോലെ തന്നെയായിരിക്കും തിരുവനന്തപുരത്തിന് സംഭവിക്കാൻ പോകുന്നത്. ഇതുപോലെ ഓരോ ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ തലമുറകളിലെ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് രംഗത്ത് ഇറങ്ങിയാൽ ആ ഒരു അവസ്ഥ വളരെ മോശമാവും, അല്ലെങ്കിൽ ജന്തർ മന്ദറിനെക്കാട്ട് ഏറ്റവും കൂടുതൽ രൂക്ഷമാവും ഈ ഒരു സമരം. കാരണം ഈ ഭരിക്കാൻ പോയിട്ടൊന്ന് വിളിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥയാവും. കാരണം അത്രയേറെ പ്രഷറിൽ പോകുന്ന ഈ ഒരു സർക്കാരിന് ഈ ഒരു സമരം കൊണ്ട് വല്ലാതെ വരിഞ്ഞു മുറുക്കുന്ന ഒരു സമരമായി മാറും ഇതുപോലൊരു ജെൻസിയുടെ വരാൻ പോകുന്ന വിപ്ലവം.